നമസ്കാരം. സ്നേഹസല്ലാപം.com അവതരിപ്പിക്കുന്ന സെലിബ്രിറ്റി ചാറ്റിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറെ അവകാശവാദങ്ങളൊന്നുമില്ലാതെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന് ഒരു പിടി ബോക്സ് ഓഫീസ് വിജയങ്ങളിലൂടെ സ്വയം പരിചയപ്പെടുത്തിയ സംവിധായകൻ ശ്രീ ജീത്തു ജോസഫാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തിനായി നമ്മുടെ അംഗങ്ങൾ കരുതി വെച്ച ഒരു പിടി ചോദ്യങ്ങളിലേക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്രിഷ് എന്ന് പറയുന്ന ഒരു യൂസറിന്റെയാണ്. പുള്ളിയുടെ ചോദ്യം ഇതാണ്: ഒരു സിനിമാ സംവിധായകനാകാനുള്ള താങ്കളുടെ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഒപ്പം ദൃശ്യം എന്ന ചിത്രത്തെ പറ്റി പലതരത്തിലുള്ള മുൻധാരണകളുമായിട്ടാവും പ്രേക്ഷകർ കാണാൻ പോവുക. അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇൻസ്പിറേഷൻ അതെ, അതും ദൃശ്യം എന്ന സിനിമയെ കുറിച്ച് പല മുൻധാരണകളും ഉണ്ടാവും പ്രേക്ഷകർക്ക്. അതിനെ കുറിച്ച് എന്താണ് പറയാൻ? അല്ലല്ല, ഡയറക്ടർ ആകാനുള്ള ഇൻസ്പിറേഷൻ വേറൊന്നുമല്ല. ഞാന് കഥ പറയാൻ ആഗ്രഹിക്കുന്ന, കഥ പറയുന്ന, പലതരം കഥകൾ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പലരോടും പറയുന്നത്, ഞാനൊരു ഡയറക്ടറോ റൈറ്ററോ ആയിട്ടോ അല്ല അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതിനേക്കാളും ഐ ജസ്റ്റ് വാണ്ട് ടു, എന്താ പറയാ, സ്റ്റോറി ടെല്ലർ, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതാണ്. ഞാൻ അല്ല ഡയറക്ടർ ആകുക, റൈറ്റർ ആകുക, അല്ലെങ്കിൽ അതിനകത്ത് മറ്റേ അങ്ങനെയൊന്നുമില്ല. എനിക്ക് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ഡിഫറെന്റ് ആയിട്ടുള്ള കഥകൾ പറ്റുന്ന രീതിയിലൊക്കെ പറയാം. അതാണ് സിനിമ ഇങ്ങനെ ഇത് ചെയ്യാനുള്ള താല്പര്യം. രണ്ടാമത്, ദൃശ്യത്തെക്കുറിച്ച് ഒത്തിരി ആൾക്കാർ പല രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഈയിടെയൊക്കെ ഇവിടെ പലയിടത്ത് പല കഥകൾ വരെ കഥകൾ അതാണെന്ന് പറഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോ ദൃശ്യത്തെക്കുറിച്ച് വലിയ മുൻവിധികളോടൊന്നും പറഞ്ഞ കാര്യമില്ല. ഇതൊരു വലിയൊരു സംഭവം ഒന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. ഇതൊരു ഫാമിലി ഡ്രാമയാണ് ഈ സിനിമ. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ള പല സിനിമകളുടെയും ചില ഷെയ്ഡ്സ് എവിടെയെങ്കിലും ഒക്കെ മലയാളത്തിൽ തന്നെ വന്നിട്ടുള്ള ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അതൊക്കെ പലയിടത്തും വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ക്യാരക്ടറൈസേഷനകത്ത് കുറച്ച് ചേഞ്ചസും അയാൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അയാൾ ഫേസ് ചെയ്യുന്ന അയാളുടെ സന്തോഷങ്ങൾ, അതിലൊക്കെയാണ് ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വരുന്നത്. പിന്നെ ഇതിനകത്തൊരു ചെറിയൊരു ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ ആണ് നമുക്ക് എന്തെങ്കിലും ഒരു പുതുമയുണ്ടെന്ന് അവകാശപ്പെടാൻ. ബാക്കിയെല്ലാം ഒരു യൂഷ്വൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അപ്പോ ഇത് ബേസിക്കലി ഒരു ഫാമിലി ഡ്രാമ, അത്രയും കണ്ടാൽ മതി. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിനെയൊന്നും കാണണ്ട. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ഇനി അടുത്ത യൂസർ, അദ്ദേഹത്തിന്റെ പേര്, യഥാർത്ഥ പേര് സന്തോഷ് എന്നാണ്, ആദർശ ധീരൻ എന്നാണ് സൈറ്റിലെ ID. അദ്ദേഹത്തിന് ആദ്യത്തെ ചോദ്യം: മലയാള സിനിമയിൽ താങ്കളുടെ ഫേവറേറ്റ് ആക്ടറും ആക്ട്രസും ആരാണ്? അങ്ങനെ ഒരാളല്ല, ഒത്തിരി പേരുണ്ട്. ഓരോ സെൻസിൽ നമ്മൾ എടുക്കുമ്പോ ഇതുണ്ട്. ഇപ്പൊ പഴയ ആൾക്കാരിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, പിന്നെ സുരേഷ് ചേട്ടന് ഒരു പാറ്റേണിൽ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഇന്നലെ പോലെയുള്ള സിനിമകളിലൊക്കെ സുരേഷ് ഗോപി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ദിലീപ് ജി ഉണ്ട്, പുള്ളി വേറൊരു കാറ്റഗറിയിൽ പെടുന്ന. പൃഥ്വിരാജ്, അങ്ങനെ മനസ്സിലായോ? എല്ലാവർക്കും ഓരോ ഇതുണ്ട്. പിന്നെ എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പിൻ പോയിന്റ് ചെയ്ത് അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് എന്താ പറയാ, എല്ലാരും ഓരോ രീതിയിലാണ്. അതാണ് പ്രശ്നം. ഇപ്പൊ ചില സിനിമകൾ ചെയ്യുമ്പോൾ ലാലേട്ടൻ ചെയ്താലേ ശരിയാവുള്ളൂ, കൂടുതൽ ഭംഗിയാകുന്നത്. ചിലത് മമ്മൂക്ക ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗിയാണ്. അപ്പൊ നമുക്ക് മമ്മൂക്കാട് ഭയങ്കര ഇഷ്ടം തോന്നും. ഇപ്പൊ പൃഥ്വിരാജ് മെമ്മറീസ് ചെയ്തപ്പോ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം, ഒരു ഭയങ്കര ഇഷ്ടവും ആരാധനയും തോന്നി. മനസ്സിലായി? അപ്പൊ മൈബോസിനകത്ത് ദിലീപ് ചെയ്തു. അപ്പൊ എല്ലാരും എന്താ പറയാ, മലയാളത്തിന്റെ പ്രത്യേകത മലയാളത്തിൽ എല്ലാരും ടാലന്റഡാ. പിന്നെ അതിന്റെ റേഞ്ചുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറി നിൽക്കുന്നേ ഉള്ളൂ. പിന്നെ നടിമാരെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പഴയ കാലത്ത് ഉർവശി, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ, ഭയങ്കര ഒരു നാച്ചുറൽ ഒരു പെർഫോമർ എന്നുള്ള നിലയിൽ മഞ്ജു വാര്യർ. പെട്ടെന്ന് ഈ പേരുകളൊക്കെയാണ്. ശോഭന, പെട്ടെന്ന് ഇവരൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. ഓക്കെ സാർ. അദ്ദേഹത്തിന്റെ തന്നെ അടുത്ത ചോദ്യം ഇതാണ്: താങ്കളുടെ പടങ്ങളിൽ, താങ്കൾ ഇതുവരെ ചെയ്ത ചിത്രങ്ങളിൽ ഏത് മൂവിയാണ് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ ഔട്ട്പുട്ട് നന്നായി തോന്നിയിട്ടുള്ളത് ഏതാണ്? എനിക്കൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സിനിമ മമ്മി തന്നെയാണ്. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്റെ ലൈഫിലെ ഒരു ബ്രേക്ക് ആയിരുന്നു ആ സിനിമ. അതായത് ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാതെ നമ്മൾ ചെയ്ത സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ 2.5-3 കൊല്ലം പലരും ഒത്തിരി വാതിലുകൾ പോയി മുട്ടിയിട്ട് എല്ലാരും തിരസ്കരിച്ചെങ്കിലും ഞാൻ അതിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് ചെയ്ത് പുറത്തു വന്നപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും എനിക്ക് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സിനിമ. പിന്നെ ഒരു മൈ ബോസ് എന്ന് പറയുന്ന സിനിമ ഒരു നല്ലൊരു എന്റർടൈനർ ആയിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു.
മെമ്മറീസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ബോത്ത് സ്ക്രിപ്റ്റിംഗ് ആൻഡ് മേക്കിംഗ് ബാലൻസ് ചെയ്ത് വന്നൊരു പടം. എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ടാണ് പറഞ്ഞത്, മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ല. എന്റെ പോയിന്റ് ഓഫ് വ്യൂ ബാലൻസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമ ശരിക്കും എന്റെ ഒരു തുടക്ക സിനിമ. അതിനെ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു. പക്ഷെ എനിക്ക് അതിന്റെ മേക്കിങ്ങിൽ എനിക്ക് ഒത്തിരി ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ എന്റെ അജ്ഞതകളും ഉണ്ട്. പിന്നെ എന്റെ എനിക്ക് ഒത്തിരി ലിമിറ്റേഷൻസും ഉണ്ടായിരുന്നു. വലിയ ബഡ്ജറ്റിലൊന്നും ചെയ്യാൻ പറ്റില്ല. 10-40 ദിവസം കൊണ്ട് ചെയ്യേണ്ട പടം 28 ദിവസം കൊണ്ട് തീർക്കേണ്ട വന്നു. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനകത്തെ ഒരു സ്ക്രിപ്റ്റിലെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്ന ഒരു സാധനം വന്നപ്പോ അതിനോട് വേറെ രീതിയിലാണ്. ഇപ്പൊ ദൃശ്യം എന്ന് പറയുന്നതും മേക്കിംഗ് ഓറിയന്റഡ് സിനിമയല്ല, അതൊരു സ്ക്രിപ്റ്റ് ഓറിയന്റഡ് സിനിമയാണ്. അപ്പൊ ഇത് ഓരോ, പക്ഷെ എനിക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉള്ള സിനിമ എന്ന് പറഞ്ഞാൽ മമ്മി അന്മ. എന്താണെന്നറിയില്ല, അത് മമ്മി അന്മയാണ്. ഇപ്പോഴും ടി വി വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അതിനോടൊരു ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷേ അറ്റാച്ച്മെന്റ് മെമ്മറീസിനോടായിരിക്കും. കാരണം അതും ഞാൻ ഒത്തിരി നാള് സമയമെടുത്ത് എഴുതി. പിന്നെ ഇതെല്ലാം 100% ഇത് രണ്ടും എന്റേത് മാത്രമാണ്. ഇപ്പൊ മെമ്മറീസ്, മൈബോസ് എന്ന് പറയുന്ന സിനിമ ഓഫ് കോഴ്സ് നമ്മളൊരു സിനിമയിൽ നിന്ന് കടമെടുത്ത് അല്ലെങ്കിൽ എന്താ പറയാ ഒരു പ്ലോട്ട് നമ്മൾ ഒരിടത്ത് നിന്ന് എടുത്തതാണ്. ബാക്കി ഞാൻ നമ്മുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ പോലും, മനസ്സിലായോ? അപ്പോ അങ്ങനെ ഡിറ്റക്റ്റീവ് ഓഫ് കോഴ്സ് നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ ബാക്കി മൈബോസ് വെച്ച് ബാക്കി എല്ലാ പടങ്ങളും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിടത്തൊന്നും കടമെടുത്തതല്ല. നമ്മുടെ ലൈഫിൽ ഒത്തിരി സംഭവങ്ങളിൽ നിന്ന് കിട്ടിയതും അല്ല നമ്മുടെ അറിവുകളും ഒക്കെ വെച്ച് ചെയ്ത സിനിമയാണ്. അല്ലാതെ ഒരു പർട്ടിക്കുലർ പ്ലോട്ട് എടുത്തിട്ട് വർക്ക് ചെയ്ത് അങ്ങനെയല്ല. പിന്നെ ഓരോന്നും ഓരോ രീതിയിലാണ്. പക്ഷെ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ഇതുവരെയുള്ള അറ്റാച്ച്മെന്റ് ഉള്ള സിനിമ മമ്മി അന്മ തന്നെയാണ്. താങ്ക് യു സർ. അദ്ദേഹത്തിന്റെ തന്നെ അടുത്ത ചോദ്യം, സംവിധാന കലയിൽ താങ്കളെ സ്വാധീനിച്ച മലയാളം ഡയറക്ടർ ആരാണ്? പത്മരാജൻ സാർ.